ഇപ്പോഴാ ദൈവമേ ശ്വാസം നേരെ വീണത്. എന്തുണ്ടായി ഡോക്ടറിനോളെ? എന്തു പറയാനാ പപ്പു? ഒരു കൃഷ്ണപ്പരുന്ത് വല്ലാത്തൊരു വരവായിരുന്നു. നമ്മുടെ കുലദൈവമായ ഗരുഡ ഭഗവാനാണ് എഴുന്നള്ളിയത്. എന്നെ വിളിച്ചുകൊണ്ട് പോവാൻ എത്തിയതാവും. ഞാൻ ജപിക്കാൻ പോകുക ഡോക്ടറിനോളെ. രാവ് 12 നാഴെ ചെല്ലുമ്പോൾ വിഷന്തിന്റെ ഒരാൾ ഇവിടെ കൊണ്ടുവരും. വിഷമിക്കേണ്ടാന്ന് പറഞ്ഞേക്കൂ. ഓം സ്വാഹ, ക്ഷിപ ഓം സ്വാഹ. കരിമുറുക്കൻ കടിച്ചതാണ് അമ്മച്ചി. തമ്പിയങ്ങൊന്നില്ലേ? ജപം കഴിഞ്ഞ് അവൻ ഇപ്പൊ വരും. ഭയപ്പെടാണ്ട് നിൽക്കും. എഴുന്നേൽക്കൂ. ഉടപ്പുറന്നോളെ, ഞാൻ കുമാരന് മന്ത്രോപദേശം കൊടുക്കാൻ പോവുകയാണ്. എന്ത്? കുമാരന് മന്ത്രോപദേശം കൊടുക്കുകയോ? കുമാരന്റെ ദുസ്വഭാവമെല്ലാം മാറും ഉടപ്പുറന്നോളെ. പുത്തൂർ തറവാട്ടിന് സുഹൃതക്ഷയം ഉണ്ടാവില്ല. കുമാരൻ എന്നേക്കാൾ വലിയ മാന്ത്രികനായി തീരും. നാളെ ഞാൻ നേരത്തെ വരാം. ആഞ്ഞൊരു പിടി പിടിച്ചിട്ട് പോയാട്ടോ തമ്പിയങ്ങന്റെ. മതി വലിച്ചു കയറ്റിയത്. കിടന്നുറങ്ങാൻ നോക്ക്. അല്ലാത്ത ക്ഷീണം. ഞാൻ ഉറങ്ങാൻ പോവാ. നാണിക്കുട്ടി. അയ്യോ, അമ്മച്ചി മല്ലിങ്ങൊന്നും ഉറങ്ങിയിട്ടില്ല. കുമാര, കുമാര, കിഴക്കേ കുളത്തിൽ ചെന്ന് 101 മുങ്ങിയിട്ട് നിലവറിലേക്ക് വന്നോളൂ. ഞാൻ നിനക്ക് മന്ത്രോപദേശം തരാൻ പോകുകയാണ്. മോനെ, എന്റെ മോൻ തറവാട്ടിൽ മാന്ത്രികനാകാൻ പോകുകയാ. അമ്മയ്ക്ക് ചിലതൊക്കെ പറയാനുണ്ട്. നിന്റെ സ്വഭാവമെല്ലാം മാറ്റി നല്ലവനും ഭക്തനുമായി ജീവിക്കണം. നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കളഞ്ഞു കുളിക്കരുത്. മാന്ത്രികന്റെ സിദ്ധികളുടെ രഹസ്യം ബ്രഹ്മചര്യമാണ്. ബ്രഹ്മചര്യം ജീവിതകൃതമായിരിക്കണം. കുമാര, കുമാര. നിലവറയുടെ കഥ കടച്ചിട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കൂ. കിണ്ടിയെടുത്ത് ഇടത് കൈ വെള്ളയിലും ഭസ്മമെടുത്ത് വലത് കൈ വെള്ളയിലും വയ്ക്കൂ. ഇതുപോലെ നിൽക്കൂ. ഗരുഡസേവയ്ക്കുള്ള മൂലമന്ത്രമാണ് ആദ്യം ഞാൻ ഉപദേശിക്കാൻ പോകുന്നത്. ഗരുഡ പഞ്ചാക്ഷരി ചൊല്ലു. ക്ഷിപ ഓം സ്വാഹ, ക്ഷിപ ഓം ക്ഷിപ ഓം സ്വാഹ, ക്ഷിപ ഓം സ്വാഹ. ഓം നമഃ പക്ഷിരാജായ, ഓം നമഃ പക്ഷിരാജായ. സർവവിഷഭൂതരക്ഷ, സർവവിഷഭൂത രക്ഷ, സർവവിഷഭൂതരക്ഷ, സർവവിഷഭൂത രക്ഷ.
ഞാൻ മരിച്ച് 41-ാം ദിവസം നീ നമ്മുടെ കൊട്ടാരത്തിലേക്ക് ചെന്ന് അറ തുറക്കണം. പീഠത്തിന് മീതെയുള്ള ഉടവാളെടുത്ത് ഗരുഡദേവനെയും മറ്റ് മൂർത്തികളെയും ധ്യാനിക്കണം. പീഠത്തിൽ നിന്നും താളിയോല ഗ്രന്ഥം കരുതലോടെ എടുക്കണം. ഗ്രന്ഥങ്ങളിൽ രഹസ്യ മന്ത്രങ്ങളുണ്ട്. ഗ്രന്ഥങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവയ്ക്കണം. പിന്നീട് ഒരിക്കലും അറപ്പുര നീ തുറക്കാനേ പാടില്ല. നിന്റെ പിൻഗാമിക്ക് മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ. മനസ്സിലായോ? മരണം ആസന്നമായി എപ്പോ തോന്നുവോ അപ്പോൾ തന്നെ പിൻഗാമിയെ കണ്ടുപിടിച്ച് മന്ത്രോപദേശം കൊടുക്കണം. ഈ നിലവറയുടെ സൂക്ഷിപ്പുകാരനാണ് അഞ്ചുതല നാഗം. മാന്ത്രികന് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. സങ്കടപ്പെടാതിരിക്കൂ കൂടപ്പിറന്നോളെ. എനിക്ക് അല്പം ഗംഗാജലം തന്നിട്ട് പിതൃക്കളെ ധ്യാനിക്കൂ. കുമാര, അറവാതക്കൽ പോയി ഗരുഡധ്യാനം ആരംഭിക്കൂ. शिव ओम शिव ओम शिव ओम स्व शिव ओम स्व. എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ കൃഷ്ണപ്പുരം തരുന്നത് കണ്ടില്ലേ? ചിറക്കൽ കോവിലകത്തെ കാവിലമ്മേ, മങ്കുഅമ്മൂമ്മേ, പിതൃക്കളെ, കുലദേവതയായ ഗരുഡ ഭഗവാനെ, എന്റെ പൊന്നാങ്ങളെ ഏറ്റുകൊള്ളണമേ. എന്റെ പപ്പു അമ്മാവ, എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ കോളോത്ത് ഭഗവതി, ഈ തമ്പിയങ്ങൊന്നിൽ വന്ന മാറ്റം കണ്ടില്ലേ? എല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ? ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? ആഭാസനായി നടന്ന കുമാരൻ, പുത്തൂർ തറവാട്ടിലെ മാന്ത്രികൻ, സ്വന്തം പെങ്ങളുടെ മകനായ കാരണമല്ലേ പപ്പുവമ്മാവൻ അവന് മന്ത്രോപദേശം കൊടുത്തത്? മാന്ത്രികനാകാനുള്ള എന്ത് യോഗ്യതയാവനുള്ളത്? കുമാരന്റെ സ്വഭാവമെല്ലാം മാറിയില്ലേ ശേഖര? സ്വഭാവം മാറി പോലും. ആരാധനാമൂർത്തികളെ, പിതൃക്കളെ, മനസ്സിൽ ദുർവിചാരങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അനുഗ്രഹിക്കണമേ.
शिवा ओम स्वाहा शिवा ओम स्वाहा शिवा ओम പോയി കിടന്നുറങ്ങ്. ഞാൻ കൊട്ടാരത്തിൽ ചെന്ന് ഗ്രന്ഥങ്ങൾ എടുത്തു വരാം. ആരാധനാമൂർത്തികളെയും കാരണവന്മാരെയും പ്രാർത്ഥിക്കുമ്പോൾ കുടുംബയക്ഷിയെ ധ്യാനിക്കാൻ മറക്കരുത്. കൊട്ടാരം മറപ്പുരയുടെ സൂക്ഷിപ്പുകാരിയാ കുടുംബയക്ഷി. ഗരുഡമൂർത്തി ഹനുമാൻ ദേവ ജഗദീശ്വര മങ്കുവമ്മൂമ്മേ കാരണവന്മാരെ കുടുംബയക്ഷി ഇവനെ അനുഗ്രഹിക്കുന്നു. ഭയപ്പെടാതെ കുമാര. ഉടവാൾ കയ്യിലെടുത്ത് ധ്യാനിക്കൂ. ഉടവാൾ പീഠത്തിൽ വെച്ചിട്ട് ഗ്രന്ഥക്കെട്ടെടുത്തോളൂ. ഒന്നാം ഗ്രന്ഥം ഗരുഡ സേവയും മന്ത്രപ്രയോഗങ്ങളും. രണ്ടാം ഗ്രന്ഥം ഹനുമാൻ മന്ത്രങ്ങളും പ്രയോഗങ്ങളും. ദുർമന്ത്രവാദ പഠനം പഠിക്കല്ലാതെ പ്രയോഗിച്ചു. അതെ കുമാരേട്ടൻ, ഇത് കുമാരേട്ടന്റെ ലക്ഷ്മിക്കുട്ടിയാണ്. ഇങ്ങോട്ടൊന്ന് നോക്കൂ. എന്റെ പിന്നാലെ വരരുത്. ഓഹോ, എന്നെ ഭയപ്പെടുത്തുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുമാരേട്ടനെ കൊണ്ടേ പോവും. എങ്ങോട്ട്? അതാ ആ പാലമരത്തിന്റെ മുകളിലാണ് എന്റെ വാസം. കുമാരേട്ടൻ വരൂ, നമുക്കൊന്നിച്ചവിടെ കഴിയാം. നീ ഇനി എന്നെ ശല്യം ചെയ്യുമോ? ഇല്ല കുമാരേട്ടാ. ശരി, സത്യം ചെയ്യേ.
കുമാരേട്ടൻ ബ്രഹ്മചാരിയായി കഴിയുന്ന കാലത്തോളം ഞാൻ ശല്യം ചെയ്യില്ല. സത്യം, സത്യം, സത്യം. എന്താ കിടക്കാഞ്ഞത്? നീ വരാതെ ഞാൻ എങ്ങനെ സമാധാനമായി ഉറങ്ങും മോനെ? ദുർനിമിത്തങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ലമ്മേ. ആവൂ, ഞാൻ വല്ലാണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു. ഗ്രന്ഥങ്ങൾ എടുക്കാനായി പപ്പു പോകുമ്പോ എങ്ങു നിന്നോ വന്നൊരു പോത്ത് അവന്റെ നേരെ ചാടി വീണു. കൃഷ്ണപ്പരുന്ത് വന്ന് പോത്തിനെ തുരത്തി. അമ്മേ,